ഇപ്പോൾ മറ്റു ചിലർ കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവിടെയുള്ളവർ തന്നെയാണ്. കടുവ ചത്തു എന്നൊരു വാർത്ത ഇപ്പോൾ കണ്ടല്ലോ അല്ലെ? നിങ്ങൾ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ആളാണോ? എങ്ങനെയാ? ഞങ്ങൾ കുടുംബക്കാരാണ്. ഈ സമയത്ത് എന്താ പറയാനുള്ള? ആശ്വാസമായിട്ടുണ്ട്. പക്ഷെ എന്നാലുള്ള വ്യക്തത, അതെങ്ങനെ ചത്തു എന്നുള്ള ഒരു വ്യക്തത ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ മാത്രമേ നമുക്കൊരു ചെറിയൊരു ആശ്വാസം മാത്രമേ ആയിട്ടുള്ളൂ. അതിന് അതെങ്ങനെ ചത്തു, ഇനി വേറെ ഉണ്ടോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒന്നൊന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു ആശ്വാസം. എന്തായാലും ഇവരുടെയൊക്കെ ഒരു സുരക്ഷ ഈ സ്ഥലത്ത് എല്ലായ്പ്പോഴും വേണമെന്നാണോ? അങ്ങനെയാണോ? അതെ, അത് വേണം, എപ്പോഴും എന്തായാലും വേണം. ഇനി അങ്ങോട്ടും ഇനി വേറെ ഉണ്ടോയെന്നൊന്നും പറയാൻ നമുക്ക് പറ്റൂലല്ലോ. അതൊരു ഇതുണ്ട്. സന്തോഷമുണ്ട് ഇങ്ങനെ കടുവ ചത്തേന്. ഇനിയിപ്പം വേറെ കടുവ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും സന്തോഷം തന്നെയാണ്. ഈ ഘട്ടത്തിൽ എന്തായാലും അവരൊരു സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവർക്കൊരു വ്യക്തത, ഇത് എങ്ങനെ ചത്തു, ഒരു കടുവയാണല്ലോ ചത്തിരിക്കുന്നത്, എങ്ങനെ ചത്തു, ആ കാര്യത്തിലൊക്കെ അവർക്കൊരു വ്യക്തത വരണം. ആ ഒരു ഇതിൽ തന്നെയാണ് അവരെല്ലാവരും നിൽക്കുന്നത്. അതേസമയം തന്നെ ഇനി വേറെ അത് അവരുടെ ഭയം കൊണ്ടും ആശങ്ക കൊണ്ടുമാണ് ഒരു പക്ഷെ അങ്ങനെ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഭാഗത്ത് ഇനി വേറെ കടുവയുണ്ടോ? കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ കുടുംബത്തിലെ രാധ എന്ന് പറയുന്ന അവരുടെ എല്ലാം അടുത്ത ആളായിരുന്ന ഒരു രാധ ഭീതി ഇപ്പോഴും അവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ ആശ്വാസം പറയുന്നതിനോടൊപ്പം തന്നെ ഒരു വ്യക്തത കുറവുണ്ട് എന്നൊക്കെ അവർ വീണ്ടും വീണ്ടും ആശ്വാസത്തിനൊപ്പം തന്നെ പറയുന്നതും അങ്ങനെ തന്നെ വേണം അതിനെ മനസ്സിലാക്കാൻ. ജയ.